പോലീസ് പെട്രോളിംഗ്. എന്താണ് അവിടുത്തെ വിശേഷം? സുഖമായിരിക്കുന്നു സാർ. ഇരവിപേടോ റോട്ടിൽ നീന്തലക്കര എന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ രണ്ടുപേരും മരിച്ചു കിടക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിൽ വേറെ ആരുമില്ലേ? നിങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടില്ലേ? അവിടെ ആരുമില്ല സാർ. പിന്നെ അവിടെ ഇത്തിരി ചോര ഒഴുകി കിടക്കുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ ഓൺ ദ വേ ആണ് സാർ. ഓവർ. എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണം. ആരെയും അവിടെ കയറ്റരുത്. പത്രക്കാരായാലും നാട്ടുകാരായാലും ഇനി ബന്ധുക്കളാന്ന് പറഞ്ഞാൽ പോലും ആരെയും അകത്ത് കയറ്റരുത്. വേഗം തന്നെ സീൻ ഗാർഡ് ചെയ്യണം. ഓക്കെ സാർ. 1980കളിലെ കേരളം. ഗൾഫ് രാജ്യങ്ങളിലേക്കും വിദേശത്തേക്കും മലയാളികൾ വലിയ തോതിൽ തൊഴിൽ തേടി തുടങ്ങിയ കാലം. വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ആളുകൾ സമൂഹത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്ന സമയം. വലിയ വീടുകൾ, വിദേശ സാധനങ്ങൾ, പുറത്തു നിന്നെത്തിയ ജീവിത രീതി. അന്നത്തെ നാട്ടുകാർക്ക് അതൊക്കെ വലിയ കൗതുകമായിരുന്നു. തിരുവല്ലയിലെ നീന്തലക്കര പ്രദേശത്തും അത്തരത്തിൽ ശ്രദ്ധ നേടിയ ഒരു വീടുണ്ടായിരുന്നു. കരിക്കൻ വില്ല. മീനച്ചിലാറിന്റെ തീരത്തായി വലിയ മതിലുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ബംഗ്ലാവ്. താമസക്കാർ KC ജോർജും ഭാര്യ റേച്ചലും. നാട്ടുകാർ കുഞ്ഞമ്മ എന്ന് വിളിച്ചിരുന്ന റേച്ചൽ. മക്കളില്ല. സഹായത്തിനായി അടുത്ത പ്രദേശത്തുള്ള ഗൗരി എന്ന യുവതി വരാറുണ്ട്. മക്കളില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ സന്ദർശകരും കുറവാണ്. വർഷങ്ങളോളം വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത നാട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ഇരുവരും പുറത്തു പോകുന്നതും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ബംഗ്ലാവിന്റെ വലിപ്പവും റേച്ചൽ ധരിച്ചിരുന്ന കുറച്ച് സ്വർണവും കണ്ട ഈ കണക്കുകൾ പലരും പെരുപ്പിച്ചാണ് പറഞ്ഞിരുന്നത്. 1980 ഒക്ടോബർ 6 രാവിലെ പതിവ് പോലെ കരിക്കിൻ വില്ലയുടെ വാതിൽ തുറന്നത് ഗൗരിയാണ്. എന്നും അതിരാവിലെ ഉറക്കമുണരുന്ന പ്രകൃതക്കാരാണ് റേച്ചലും ജോർജും. അതുകൊണ്ട് തന്നെ ഗൗരിക്ക് വീട്ടിലെ അസ്വാഭാവിക നിശബ്ദത ആദ്യം മുതൽ തന്നെ സംശയമുണർത്തിയിരുന്നു. എന്നാൽ അന്ന് ഒന്നുമില്ല. വിളിച്ചിട്ടും അകത്തുനിന്ന് പ്രതികരണമില്ല. വാതിൽ പാതി തുറന്ന നിലയിൽ. സംശയത്തോടെ അകത്തേക്ക് കയറിയ ഗൗരി കണ്ട കാഴ്ച ആ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അവർക്ക് മറക്കാനാകാത്തതാണ്. ബംഗ്ലാവിന്റെ ഉള്ളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. ആദ്യ നോട്ടത്തിലൊന്ന് പകച്ചുപോയ ഗൗരി ജോർജിനെയും റേച്ചലിനെയും തിരഞ്ഞു. എന്തെങ്കിലും അപകടം സംഭവിച്ചതാകാമെന്ന് കരുതി അകത്തേക്ക് നീണ്ടു നോക്കി. അവിടെ രക്തത്തിൽ കുളിച്ച് കട്ടിലിന് സമീപം KC ജോർജിന്റെ മൃതദേഹം. പിന്നീട് ഗൗരിക്ക് അവിടെ നിൽക്കാനായില്ല. അലറി വിളിച്ച ഗൗരി പുറത്തേക്ക് ഓടി നാട്ടുകാരെ വിളിച്ചു. ഭീതിയോടെ ഓടിയെത്തിയ ഗൗരിയെ കണ്ട് നാട്ടുകാർ ബംഗ്ലാവിലേക്ക് തിരിച്ചു. നാട്ടുകാർ ചിലർ പോലീസിനെയും ഇതിനിടെ വിവരമറിയിച്ചു. പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ കരിക്കൻ വില്ല ബംഗ്ലാവ് ജനക്കൂട്ടം വളഞ്ഞു. ചിലർ അകത്തേക്ക് കയറാൻ തിടുക്കം കാണിച്ചു. സിബി മാത്യൂസ് ക്രൈം സീനിലെത്തുമ്പോൾ ഫോറൻസിക് തെളിവുകൾ നന്നായി പ്രിസർവ് ചെയ്യുന്ന ജോലി അവിടെ എത്തിയ പോലീസുകാർ നിർവഹിച്ചു. താരതമ്യേന ചെറുപ്പമായിരുന്ന സിബി മാത്യൂസിന്റെ കരിയറിലെ തന്നെ മാറ്റിമറിച്ച നീക്കമായി അത് മാറുകയും ചെയ്തു. തുടക്കത്തിൽ കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നെങ്കിലും കൃത്യം നടത്തിയവരെ കുറിച്ച് യാതൊരു സൂചനയും ഒറ്റനോട്ടത്തിൽ ക്രൈം സീനിൽ ഉണ്ടായിരുന്നില്ല. ജോർജിനും റേച്ചലിനും നാട്ടിൽ ശത്രുക്കളില്ല, സ്വത്ത് തർക്കങ്ങളില്ല, പ്രദേശവാസികളുമായി വലിയ പ്രശ്നങ്ങളുമില്ല. പിന്നെ ആര്? എന്തായിരുന്നു മോട്ടീവ്? കുറ്റകൃത്യം അതീവ ആസൂത്രിതമായിരുന്നുവെന്നും മോഷണമാണ് ലക്ഷ്യമെന്നും പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായി. എന്നാൽ പിന്നിൽ ലോക്കൽ മോഷ്ടാക്കളല്ലെന്ന സൂചനയും ഇതിനൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. കരിക്കൻ വില്ല അന്നത്തെ കേരള പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി മാറുന്നതും കുറ്റവാളികൾ കാണിച്ച അതീവ ജാഗ്രതയാണ്. ഇന്നത്തെ പോലെ CCTVകളില്ല, മൊബൈൽ ഫോണില്ല, ട്രാക്കിംഗ് ഇല്ല, ഡിജിറ്റൽ തെളിവുകളുമില്ല. കുറ്റകൃത്യം നടന്നാൽ സംഭവ സ്ഥലത്ത് അവശേഷിക്കുന്ന ചെറിയ തെളിവായിരുന്നു അന്വേഷണത്തിന്റെ ഏക ആശ്രയം. ഫോറൻസിക് ഫലങ്ങൾ വരുന്നതുവരെ കാത്തിരുന്നാൽ കുറ്റവാളികൾ നാടുവിടാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസിന് വ്യക്തമായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ഓരോ അടയാളങ്ങളും അന്വേഷണ സംഘം അതീവ സൂക്ഷ്മതയോടെയാണ് പരിശോധിച്ചത്. മുറിയിലെ മേശപ്പുറത്ത് കിടന്ന 4 ചായക്കപ്പുകൾ, രക്തത്തിനിടയിൽ പതിഞ്ഞിരുന്ന ഷൂസിന്റെ പാടുകൾ, അക്രമികൾ സ്പർശിച്ച വസ്തുക്കളിൽ നിന്ന് ലഭിച്ച വിരൽ അടയാളങ്ങൾ, ഓരോ തെളിവുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. അക്കാലത്ത് കേരളത്തിലെ കുറ്റാന്വേഷണ സംവിധാനങ്ങൾ വളർന്നു വരുന്ന ഘട്ടത്തിലായിരുന്നുവെങ്കിലും കരിക്കൻ വില്ല കേസിൽ നടത്തിയ വിശദമായ പരിശോധനകൾ അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറ്റുകയായിരുന്നു. അന്വേഷണം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പോലീസിന് വ്യക്തമായ ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാകുന്നത് വീട്ടുജോലിക്കാരി ഗൗരി റേച്ചലുമായി സംസാരിച്ച അവസാന വാക്കുകൾ ഓർത്തെടുക്കുമ്പോഴാണ്.
സംഭവ ദിവസം വീട്ടിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് റേച്ചൽ അതിഥികളുണ്ടെന്നും മദ്രാസിലെ മോനും കൂട്ടുകാർക്കും ചായ ഉണ്ടാക്കി വെക്കണമെന്നും തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഗൗരി സിബി മാത്യൂസിനോട് പറയുന്നു. ആ പേര് തന്നെയായിരുന്നു കേസിന്റെ ഗതി മാറ്റിമറിച്ചത്. മദ്രാസിലെ മോൻ. ആരാണ് ആ മദ്രാസിലെ മോൻ? എന്തുകൊണ്ടാണ് അന്ന് രാത്രിയിൽ 4 പേർക്കുള്ള ചായ തയ്യാറാക്കാൻ റേച്ചൽ പറഞ്ഞത്? സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച 4 ചായക്കപ്പുകളും ഗൗരിയുടെ മൊഴിയും ഫോറൻസിക് സംഘത്തിന്റെ കണ്ടെത്തലുകളും ചേർന്നപ്പോൾ അന്വേഷണ സംഘം ഒരു നിർണായക നിഗമനത്തിലെത്തി. കേരളത്തിന് പുറത്തു നിന്നുള്ള ആരോ, എന്നാൽ കരിക്കിൻ വില്ലയെയും സമീപ പ്രദേശങ്ങളെയും കുറിച്ചും പരിചയമുള്ള ആരോ ആയിരുന്നു പ്രതികൾ. ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയ ഫുട് പ്രിന്റ് ആണ് പോലീസിന് ഈ നിഗമനത്തിലേക്ക് എത്തിച്ചത്. അത്തരം ബൂട്ടുകൾ കേരളത്തിലോ കരിക്കിൻ വില്ല പ്രദേശവാസികൾക്കിടയിൽ ധരിക്കുന്നവരില്ല എന്ന് ലോക്കൽ പോലീസുമായി നടത്തിയ അന്വേഷണത്തിലും നാട്ടുകാരുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്നും സിബി മാത്യുവിന് വ്യക്തമായിരുന്നു. കൂടാതെ പ്രതികൾ ചെറുപ്പക്കാരാണെന്നും ഇതിലൂടെ വ്യക്തമായി. അതേസമയം പ്രതികൾക്ക് ബംഗ്ലാവിലേക്ക് കയറാൻ പിടിവലി നടന്നിട്ടില്ലെന്നത് നേരത്തെ വ്യക്തമായിരുന്നു. ഏതെങ്കിലും ഡോർ പൊളിച്ചതോ ടെറസ് വഴി വീടിനുള്ളിലേക്ക് പ്രവേശിച്ച അടയാളങ്ങളോ ലഭിച്ചിരുന്നില്ല. ബംഗ്ലാവിലെത്തിയ ആളുകൾക്ക് റേച്ചലുമായോ ജോർജുമായോ ബന്ധമുണ്ടെന്ന് പോലീസ് ഇതോടെ ഉറപ്പിച്ചിരുന്നു. കേരളത്തിന് പുറത്തു നിന്നുള്ള ആരോ. ആ രാത്രിയിൽ കരിക്കിൻ വില്ലയിലെത്തിയത് അപരിചിതരായ കവർച്ചാ സംഘമല്ല, വീട്ടുകാർക്ക് പരിചയമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയമൊന്നുമില്ലാതെ കരിക്കിൻ വില്ലയുടെ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. മദ്രാസിലെ മോൻ എന്ന സൂചന പിന്തുടർന്നാണ് അന്വേഷണം പിന്നീട് കേരളത്തിന് പുറത്തേക്ക് നീങ്ങുന്നത്. അതിനുശേഷമാണ് പോലീസിന്റെ മുന്നിലേക്ക് ഒരു പേരെത്തുന്നത്. റെനി ജോർജ്, മരിച്ച KC ജോർജിന്റെ ബന്ധു, കുടുംബത്തിന് സുപരിചിതൻ. അതിനാലാണ് ആ രാത്രിയിൽ കരിക്കിൻ വില്ലയുടെ വാതിൽ സംശയമില്ലാതെ തുറക്കപ്പെട്ടതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. പക്ഷേ കുടുംബം അറിയുന്ന റെനിയും അന്നത്തെ റെനിയുടെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. മദ്രാസിലെ വിദ്യാർത്ഥി ജീവിതത്തിനിടെ റെനി ആഡംബര ജീവിതത്തിലേക്കും ലഹരി ഉപയോഗത്തിലേക്കും വഴുതി വീണിരുന്നു. പണം കൈവന്നാൽ അമിതമായി ചെലവാക്കുന്ന സ്വഭാവം, വിദേശ സുഹൃത്തുക്കളുമായുള്ള അടുപ്പം, രാത്രി ജീവിതം, ലഹരി ഉപയോഗം. ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരം പണം ആവശ്യമായിരുന്നു. പക്ഷേ അത്രയും വലിയ പണം കൈവശമില്ലായിരുന്നു. അപ്പോഴാണ് അന്വേഷണ സംഘം കണ്ടെത്തിയ ആ അപകടകരമായ പദ്ധതി രൂപം കൊള്ളുന്നത്. വിദേശത്തു നിന്ന് സമ്പാദിച്ച പണവുമായി നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ബന്ധുക്കൾ, വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇതെല്ലാം റെനിയുടെ മനസ്സിൽ വളരെ മുമ്പേ ലക്ഷ്യമായി മാറിയിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 1980 ഒക്ടോബർ 5 രാത്രി ചെന്നൈയിൽ നിന്ന് കാറിലെത്തിയ സംഘം കരിക്കിൻ വില്ലയിലേക്ക് കടക്കുകയായിരുന്നു. മൗറീഷ്യസ് സ്വദേശി ഹസൻ ഗുലാം മുഹമ്മദ്, മലേഷ്യൻ സ്വദേശി ഗുണശേഖരൻ, കെനിയൻ സ്വദേശി ഡാനിയൽ, ഇവരായിരുന്നു റെനിക്കൊപ്പം ഉണ്ടായിരുന്നത്. ബന്ധുവായതിനാൽ സംശയമൊന്നുമില്ലാതെ ജോർജും റേച്ചലും അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചു. മേശപ്പുറത്ത് ഗൗരി തയ്യാറാക്കി വച്ചിരുന്ന ചായ. കുടുംബ സന്ദർശനം പോലെ തുടങ്ങിയ ആ രാത്രി മണിക്കൂറുകൾക്കകം ഭീകരമായ വഴിയിലേക്ക് മാറുകയായിരുന്നു. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രകാരം കവർച്ചയായിരുന്നു സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ മുഖം തിരിച്ചറിയാവുന്ന ആളുകളായതിനാൽ പിന്നീട് ജോർജിനെയും റേച്ചലിനെയും ജീവനോടെ വിടുന്നത് അപകടമാണെന്ന തീരുമാനത്തിലേക്കാണ് സംഘം എത്തിയത്. തുടർന്നാണ് ക്രൂരമായ ആക്രമണം. മുറിയിലാകെ സംഘർഷം നടന്നതിന്റെ അടയാളങ്ങൾ പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു. ശരീരമാസകലം കുത്തേറ്റ പാടുകൾ, ചിതറിക്കിടക്കുന്ന വസ്തുക്കൾ, രക്തത്തിൽ മുങ്ങിയ മുറി. കുറ്റകൃത്യത്തിന് ശേഷം ആഭരണങ്ങളും പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും കൈക്കലാക്കി സംഘം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകളും ഗൗരിയുടെ മൊഴിയും ചേർന്നതോടെയാണ് അന്വേഷണം വേഗത്തിലാകുന്നത്. ചായക്കപ്പുകളിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ, പ്രത്യേക ഡിസൈനുള്ള ഷൂസിന്റെ പാടുകൾ, സംഭവത്തിന് ശേഷം റെനിക്ക് കയ്യിൽ പരിക്കേറ്റതും ചികിത്സ തേടിയതുമായ ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇവയൊക്കെയാണ് അന്വേഷണ സംഘത്തെ പ്രതികളിലേക്ക് എത്തിച്ചത്. ദിവസങ്ങളോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ റെനി ജോർജിനെയും കൂട്ടാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ പുറത്തു വന്ന വിവരങ്ങൾ കേരളത്തെ വീണ്ടും ഞെട്ടിച്ചു. കേവലം പണത്തിനും ആഡംബര ജീവിതത്തിനുമായി ആസൂത്രണം ചെയ്ത അതിക്രൂരമായ കുറ്റകൃത്യമായിരുന്നു കരിക്കിൻ വില്ല ഇരട്ടക്കൊലപാതകം. പിടിക്കപ്പെടുമെന്ന ഭയമാണ് ദമ്പതികളെ കൊല്ലാൻ 4 സംഘത്തിന് പ്രചോദനമായത്. കേരളത്തെ നടുക്കിയ കരിക്കിൻ വില്ല കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് ശക്തമായ തെളിവാണ് കോടതിയിൽ ഹാജരാക്കിയത്.
സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ, സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, ചികിത്സാ രേഖകൾ ഇവയെല്ലാം അന്വേഷണത്തിന് കരുത്തായി. 1982 ജനുവരി 1 കോട്ടയം സെഷൻസ് കോടതി പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പിന്നീട് ഹൈക്കോടതി വിധി ശരിവെച്ചു. കരിക്കിൻവില്ല ഇരട്ട കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട റെനി ജോർജിന്റെ ജീവിതം പിന്നീട് മറ്റൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച റെനി പിന്നീട് പരോളിൽ പുറത്തിറങ്ങി. ജയിലിൽ കഴിയുന്ന കാലത്തും പുറത്തിറങ്ങിയ ശേഷവും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായെന്നാണ് പിന്നീട് റെനി പല അഭിമുഖങ്ങളിലും പറഞ്ഞത്. മതവിശ്വാസത്തിലേക്കും സുവിശേഷ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞ റെനി പിന്നീട് സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമായി. തടവുകാരുടെ മക്കൾക്കും അനാഥരായ കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രഷ്യസ് ചിൽഡ്രൻസ് ഹോം എന്ന സ്ഥാപനം ആരംഭിച്ചതും റെനിയായിരുന്നു. ഒരു കാലത്ത് കേരളത്തെ നടുക്കിയ ക്രൂര ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായി അറിയപ്പെട്ട വ്യക്തി പിന്നീട് സാമൂഹ്യ സേവന രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു.